ക്ലേ പിൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ബ്രൂച്ചൊക്കെ പോലെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിലോ പൗച്ചിലോ എന്തിലെങ്കിലും ഒക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ക്ലേ പിൻസ്. പിന്നെ ഇങ്ങനെ ക്ലേയിൽ ഉണ്ടാക്കിയിട്ട് അതിൽ എന്തെങ്കിലും പെയിന്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഇത് ചെയ്തു തുടങ്ങിയത്. പക്ഷെ എന്ത് പെയിന്റ് ചെയ്യും എന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു സ്റ്റുഡിയോ ഗിബ്ലി തീമിൽ തന്നെ ആവട്ടെ എന്ന്. അപ്പോൾ കുറെ പേർക്കെങ്കിലും സ്റ്റുഡിയോ ഗിബ്ലി അറിയായിരിക്കും. ഇപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിരുന്നല്ലോ. ഇനി നിങ്ങൾ അങ്ങനെയാണ് സ്റ്റുഡിയോ ഗിബ്ലിയെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത്, അല്ലാതെ അവരുടെ സിനിമകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയി ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കണ്ടു നോക്കുക. കാരണം നിങ്ങൾ ഇതുവരെ സ്റ്റുഡിയോ ഗിബ്ലിയുടെ ഒരു സിനിമ പോലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈഫിലൊരു മാജിക് ആണ് ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ച സിനിമകളാണ് എല്ലാ സ്റ്റുഡിയോ ഗിബ്ലി ഫിലിംസും. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സ്പിരിറ്റഡ് അവേ ആണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു ക്യാരക്ടർ ആയിട്ടുള്ള സൂട്ട് സ്പ്രൈറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ക്ലേ പിന്നിലെ ഒരാൾ. ഞാനിങ്ങനെ ഈ ഓസ്കാറൊക്കെ കിട്ടിയ ആനിമേറ്റഡ് സിനിമയാണല്ലോ എന്നുള്ള രീതിയിലാണ് ആദ്യം അത് പോയി കണ്ടു നോക്കുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒന്നൊന്നായിട്ട് എല്ലാ ഗിബ്ലി ഫിലിംസും കാണാൻ തുടങ്ങി. അത്രയ്ക്കും നമ്മൾ വേറൊരു ലോകത്തോട്ട് കൊണ്ടുപോകുന്ന, ഇപ്പൊ ആനിമേഷൻ വെച്ചിട്ടാണെങ്കിലും അല്ലാതെ സ്റ്റോറീസ് ആണെങ്കിലും എന്താണെങ്കിലും അത്രയ്ക്ക് അടിപൊളിയാണ് എല്ലാ ഫിലിംസും. അപ്പൊ നമ്മുടെ ഇന്നത്തെ താരങ്ങള് ടോട്ടോറോയും സൂട്ട് സ്പ്രൈറ്റും ആണ്. അപ്പൊ ഇവരൊക്കെ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ട സിനിമകൾ സ്പിരിറ്റഡ് അവേയും മൈ നെയ്ബർ ടോട്ടോറോയും ആണ്. ഇനി ഞാൻ ഈ പറയുന്ന പ്രൊനൗൺസിയേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഈ സ്റ്റുഡിയോ ഗിബ്ലിക്ക് ഗിബ്ലി എന്നും പറയാറുണ്ട്, ജിബ്ലി എന്നും പറയാറുണ്ട്. ഏതാണ് കറക്റ്റ് എന്ന് എനിക്കറിയില്ല. ഞാൻ ഗിബ്ലി പറയും. പിന്നെ ടോട്ടോറോ ആണോ തോത്തോരോ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ തോത്തോരോ എന്നാണ് പറയാറ്. പക്ഷെ ഇപ്പൊ ഞാൻ ടോട്ടോരോ എന്ന് പറഞ്ഞു. ഇതൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ആണ്. പക്ഷെ സാധനം അടിപൊളിയാണ്. അപ്പൊ പിൻസ് ഇഷ്ടമെങ്കിൽ ഈ ഫിലിംസ് ഒക്കെ പോയി കാണാൻ മറക്കണ്ട. കൂടെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.